നമസ്കാരം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കുകയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചതോടെ സ്ഥാനാർത്ഥികൾ തിരക്കിട്ട ഓട്ടത്തിലാണ്. ദേശീയ നേതാക്കളെ രംഗത്തിറക്കി കളം പിടിക്കാനാണ് മുന്നണികളുടെ നീക്കം. എന്തായാലും അഴിമതികൾ എണ്ണിപ്പറഞ്ഞ് BJP ഇത്തവണ ഡൽഹിയിൽ ഭരണം ഉറപ്പിക്കുമെന്നതിൽ സംശയം വേണ്ട. BJPക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ പ്രചാരണത്തിനെത്തും. BJPയുടെ ഈ ഭരണം ഉറപ്പിക്കലിന്റെ ഭാഗമായി വമ്പൻ വാഗ്ദാനങ്ങളാണ് നൽകിയിരിക്കുന്നത്. AAPയുടെ പ്രകടന പത്രികയെ കടത്തിവെട്ടുന്ന പ്രഖ്യാപനങ്ങളാണ് BJP നടത്തുന്നത്. വനിതാ വോട്ടർമാരെ, പ്രത്യേകിച്ച് വീട്ടമ്മമാരെ ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് പ്രകടന പത്രികയിൽ അടങ്ങിയിരിക്കുന്നത്. 2.5 പതിറ്റാണ്ടിൽ അധികമായി ഡൽഹിയിലെ അധികാര വളർച്ച അവസാനിപ്പിക്കുകയാണ് ഇതിലൂടെ പാർട്ടിയുടെ ലക്ഷ്യം. സ്ത്രീകൾക്ക് മാസം 2500 രൂപ സഹായധനം, ഗർഭിണികൾക്ക് 21,000 രൂപ, ഗാർഹിക പാചകവാതകത്തിന് 500 രൂപ സബ്സിഡി എന്നിങ്ങനെ നിർണായകമായ ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. BJP ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നഡ്ഡയാണ് പ്രകടന പത്രിക പുറത്തുവിട്ടത്. ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന കേന്ദ്രത്തിന്റെ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരതിന് കീഴിൽ 5 ലക്ഷം രൂപയുടെ അധിക പരിരക്ഷയും BJP അധ്യക്ഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ അഭിമാനമായ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പദ്ധതി BJP തങ്ങളുടെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ നടപ്പാക്കുമെന്നും ഡൽഹിയിൽ AAP ഇതിനെ എതിർക്കുകയാണെന്നും നഡ്ഡ ചൂണ്ടിക്കാട്ടി. രാജ്യതലസ്ഥാനത്തെ സ്ത്രീകളെയും യുവാക്കളെയും ലക്ഷ്യമിട്ടുള്ള പ്രകടന പത്രിക. എല്ലാ ഹോളിയിലും ദീപാവലിയിലും പാവപ്പെട്ടവർക്ക് സൗജന്യ സിലിണ്ടറുകൾ നൽകുമെന്ന വാഗ്ദാനവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കൂടാതെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റത്തിന് കുതിപ്പേകിയ ലഡ്കി ബഹിൻ യോജന മാതൃകയിൽ ഡൽഹിയിലെ ഓരോ സ്ത്രീക്കും പ്രതിമാസം 2,500 രൂപ BJP നൽകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. സമാനമായി നേരത്തെ AAP കോൺഗ്രസും ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. ഡൽഹിയിലെ വനിതാ വോട്ടർമാർക്കായി AAP 2,100 രൂപ ധനസഹായമായി വാഗ്ദാനം ചെയ്തപ്പോൾ കോൺഗ്രസ് അവരുടെ പ്യാരി ദീദി യോജന പ്രകാരം പ്രതിമാസം 2,500 രൂപ സ്ത്രീകൾക്ക് നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനെ മലർത്തിയടിക്കാൻ മറ്റ് ചില ജനപ്രിയ പ്രഖ്യാപനങ്ങളും BJP നടത്തിയിട്ടുണ്ട്. എല്ലാ ചേരി ക്ലസ്റ്ററുകളിലും അടൽ ക്യാൻറ്റീനുകളിലൂടെ 5 രൂപയ്ക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണം നൽകുമെന്നാണ് BJP വ്യക്തമാക്കുന്നത്. മാത്രമല്ല, നിലവിൽ ഡൽഹിയിൽ നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികൾ എല്ലാം തന്നെ BJP അധികാരത്തിൽ വന്നാൽ തുടരുമെന്നും JP നഡ്ഡ വ്യക്തമാക്കി. BJP വന്നാൽ ജനപ്രിയ പദ്ധതികളെല്ലാം നിർത്തലാക്കും എന്ന ആം ആദ്മി പാർട്ടിയുടെ ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും മുൻനിർത്തിക്കൊണ്ടുള്ള പ്രചരണത്തിനാണ് കോൺഗ്രസ് ആസൂത്രണം ചെയ്യുന്നത്. ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ മത്സരിക്കുന്ന സന്ദീപ് ദീക്ഷിതിനു വേണ്ടി രാഹുൽ പ്രചരണം നടത്തും. ഡൽഹി മുഖ്യമന്ത്രി അതിഷിക്കെതിരെ മത്സരിക്കുന്ന അൽക്ക ലാംബയ്ക്ക് വേണ്ടി പ്രിയങ്ക ഗാന്ധി റോഡ് ഷോ സംഘടിപ്പിക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം BJP പ്രകടന പത്രികയെ അടക്കം വിമർശിച്ചുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രചരണം. എന്തായാലും ഫെബ്രുവരി 5-നാണ് വോട്ടെടുപ്പ് നടക്കുന്നത്.